ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ നമ്മുടെ പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസിനും അതോടൊപ്പം 2 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും, അങ്ങനെ മിനിമം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ബയോളജി എന്ന യൂണിറ്റിൻ്റെ ആമുഖമായി വരുന്ന ചാപ്റ്ററാണ്. അതോടൊപ്പം നിങ്ങൾ സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുസ്തകത്തിലുള്ള 30 മാർക്കിൻ്റെ 8 ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് തിയറി പരീക്ഷയ്ക്ക് 5 മാർക്കിൻ്റെ ചോദ്യവും അതോടൊപ്പം പ്രാക്ടിക്കൽ എക്സാമിനേഷന് 2 മാർക്കിൻ്റെ ചോദ്യവുമാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉറപ്പായി 5ഉം 2ഉം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്ററിൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബോത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ആമുഖമായി പഠിച്ചത്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗത്ത് സെക്ഷൽ റീപ്രൊഡക്ഷനെ നമ്മൾ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിച്ചു: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഇതിൽ പ്രീ ഫെർട്ടിലൈസേഷനിൽ ഗാമറ്റോജനസിസ് ആൻഡ് ഗാമേറ്റ് ട്രാൻസ്ഫറാണ് പഠിച്ചത്. അതേപോലെ ഫെർട്ടിലൈസേഷനിൽ സിൻഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ ഇവ ചേർന്ന് വരുന്ന ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ എംബ്രിയോ ജനസിസിനെ കുറിച്ച്, അതായത് ഫെർട്ടിലൈസേഷനിലൂടെ ഉണ്ടായ സൈഗോട്ട് എങ്ങനെയാണ് ഫർദർ ഗ്രോത്തിലൂടെ എംബ്രിയോ ആയി ഫിറ്റസ് ആയി അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എന്നാണ് എംബ്രിയോ ജനസിസിൽ പഠിക്കേണ്ടത്. അതിൽ ആദ്യഘട്ടമായ ഗാമറ്റോ ജനസിസും ഗാമേറ്റ് ട്രാൻസ്ഫറും ചേർന്ന പ്രീ ഫെർട്ടിലൈസേഷൻ, അവിടെ നമ്മൾ ജസ്റ്റ് ആമുഖം മാത്രമാണ് പറഞ്ഞത്. ഗാമറ്റോ ജനസിസ് എന്ന് പറയുമ്പോൾ, പ്രീ ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായ ഗാമറ്റോ ജനസിസ് എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് മെയിൽ സെക്സ് ഓർഗനിലും ഫീമെയിൽ സെക്സ് ഓർഗനിലും ഫോം ചെയ്യുന്നതാണ് ഗാമറ്റോ ജനസിസ്. അത് പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിലും ഈ ഫിനോമിനൻ കോമൺ ആണ്. അതിനുശേഷം ഈ മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതാണല്ലോ ഗാമേറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നു. ഗാമേറ്റോജനസിസ്, ഗാമേറ്റ് ട്രാൻസ്ഫർ പഠിക്കുന്നു. അതോടൊപ്പം ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള സിൻഗമി, ട്രിപ്പിൾ ഫ്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കുന്നു. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായ എംബ്രിയോ ജനസിസിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റ്സ് ഉണ്ടല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്ലാന്റ് കിങ്ഡം പഠിച്ചപ്പോൾ 5 ഗ്രൂപ്പ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇതിൽ ഈ 5 ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ ഒരേ ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് ഫ്ലവർ ഉള്ളത്, അതാണ് ആൻജിയോസ്പേംസ്. അപ്പോൾ ജിംനോസ്പേംസിലേക്ക് വന്നപ്പോൾ നിങ്ങളവിടെ പഠിച്ചു, ജിംനോസ്പേംസിൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായി സീഡ് ഉണ്ടാവുന്നുണ്ട്. ആൻജിയോസ്പേംസിൽ നമുക്കറിയാം സീഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സീഡ് ഉണ്ടാവുന്ന 2 ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. എങ്കിൽ പിന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജിംനോസ്പേംസ്, ജിംനോ എന്ന വാക്കിൻ്റെ അർത്ഥം ജിംനോസ്പേംസ് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്, സീഡ് എക്സ്പോസ്ഡ് ആണ്, തുറന്നിരിക്കുന്ന സീഡ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് ജിംനോസ്പേംസ്. അതേസമയം ആൻജിയോസ്പേംസിലേക്ക് വരുമ്പോൾ ആൻജിയോ കവേർഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ കവേർഡ് സീഡഡ് പ്ലാന്റ്സ് എവിടെയാണ് സീഡ് കവർ ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ചുറ്റും കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഏതിൽ നോക്കിയാലും സീഡുകൾ സാധാരണ ഫ്രൂട്ടിനകത്ത്, ഫ്രൂട്ട് ഫോം ചെയ്യുന്നത് ഓവറിയിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഫ്രൂട്ടിനകത്ത് കവേർഡ് ആയിട്ടുള്ള സീഡോട് കൂടിയ പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ്. ആ ആൻജിയോസ്പേംസിലെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ആൻജിയോസ്പേംസ്, എൻ്റെ മറ്റൊരു പേര് നമ്മൾ എന്താകട്ടെ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്.
സോ വാട്ട് ഈസ് എ ഫ്ലവർ? എന്താണ് ഫ്ലവർ? ഒരു സാധാരണക്കാരനോട് ഫ്ലവറിനെ കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന അലങ്കാര പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നതും അതോടൊപ്പം സാമൂഹ്യവും മതപരവുമായ ചടങ്ങുകൾക്കൊക്കെ, ഭാരതീയ സംസ്കാരം അനുസരിച്ച് സാമൂഹ്യവും മതപരവുമായ ചടങ്ങുകൾക്കൊക്കെ ഒഴിച്ചുകൂടാൻ ആവാത്തതാണ് പുഷ്പങ്ങളെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു ബോട്ടണി സ്റ്റുഡൻറ്റിലേക്ക് വരുമ്പോൾ, ബോട്ടണി പഠിക്കുന്ന ഒരു കുട്ടിയിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് എ ഫ്ലവർ എന്ന് ചോദിച്ചാൽ, ഫ്ലവർ ഈസ് ദ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ പ്ലാന്റ് എന്ന് പറയേണ്ടി വരും. സോ വാട്ട് ഈസ് ഫ്ലവർ? ഫ്ലവർ ഈസ് ദ ഓർഗൻ ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ കഴിഞ്ഞ വർഷം മോർഫോളജി എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഫ്ലവറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഫ്ലവറിന് ടിപ്പിക്കലായിട്ടൊരു ഫ്ലവർ എടുത്താൽ അന്ന് നിങ്ങൾ പഠിച്ച ഫ്ലവർ ഒരുപക്ഷെ ചെമ്പരത്തി ഹിബിസ്കസിൻ്റെ, ചൈന റോസ് എന്നറിയപ്പെടുന്ന ഹിബിസ്കസിൻ്റെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണ് ഫ്ലവറിന് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഏറ്റവും പുറമേ ചെമ്പരത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു കപ്പ് പോലെ കണ്ട കാലിക്സ്, അതിനുശേഷം കളർഫുള്ളായിട്ടുള്ള കൊറോള. കാലിക്സിനെയും കൊറോളയും ഒരു ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം നോൺ എസെൻഷ്യൽ വേർഡ്സ് എന്ന് വിളിക്കും. പിന്നെ നമ്മൾ കണ്ടത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ്. ഓർക്കുന്നുണ്ടല്ലോ? ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് യൂണിറ്റ്സ് കാൾഡ് ചേമനുകൾ കൂടി ചേർന്ന ആൻഡ്രീഷ്യവും അതോടൊപ്പം കാർപ്പലുകൾ ചേർന്ന ഗൈനീഷ്യം, പിസ്റ്റിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ആൻഡ്രീഷ്യത്തെയും ഗൈനീഷ്യത്തെയുമാണ് എസെൻഷ്യൽ വേൾഡ്സ് എന്ന് വിളിക്കുന്നത്. അതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലവർ ഈസ് ദ സെക്ഷൽ റീപ്രൊഡ്യൂസിങ് ഓർഗൻ ആണ് എന്ന് പറഞ്ഞു എങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? മെയിൽ ഗാമേറ്റ്സും ഫീമെയിൽ ഗാമേറ്റ്സും ഉണ്ടാവണമല്ലോ. അപ്പോൾ ഈ മെയിൽ ഗാമേറ്റ്സിനെ ഉണ്ടാക്കുന്ന സെക്സ് ഓർഗനാണ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ ആൻഡ്രീഷ്യം. അപ്പോൾ ആൻഡ്രീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാകൂ. അതോടൊപ്പം ഗൈനീഷ്യത്തിലാണ് ഫീമെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവേണ്ടത്. ആ അർത്ഥത്തിൽ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലവറിൻ്റെ റോൾ റീപ്രൊഡക്ഷനാണ് എങ്കിൽ ആ ഫ്ലവറിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ഒഴിച്ചുകൂടാനാവാത്ത 2 ഭാഗങ്ങളാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. അപ്പോൾ ഈ ചിത്രത്തിൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ ഫ്ലവറിൻ്റെ ഒരു ടിപ്പിക്കൽ ഫ്ലവറിൻ്റെ നെടുകെയുള്ള ഛേദം നിങ്ങൾക്ക് കാണാം. ആ ഛേദത്തിനകത്ത് ഒരു ഫ്ലവറിൻ്റെ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. അതിനകത്ത് 2 ഭാഗങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ വരേണ്ടുന്നത്. ഒന്ന് സ്റ്റേമൻസ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്റ്റേമൻസിൻ്റെ ഭാഗങ്ങൾ 2 എണ്ണമാണെന്ന് നിങ്ങൾക്ക് അതിൽ കാണാം. ആന്തറും ഫിലമെൻറ്റുമുണ്ട്. ആന്തറും ഫിലമെൻറ്റും കാണാം. അതോടൊപ്പം ഗൈനീഷ്യത്തിൻ്റെ ഭാഗമായി സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ചേർന്ന കാർപ്പൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായി പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അതേ സീക്വൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് ഭാഗമായ പ്രീ ഫെർട്ടിലൈസേഷനാണ്. പ്രീ ഫെർട്ടിലൈസേഷനിൽ 2 കാര്യങ്ങളാണ്, ഗ്യാമറ്റോജനസിസും ഗ്യാമീറ്റ് ട്രാൻസ്ഫറും. അപ്പോൾ അതിൽ ഗ്യാമറ്റോജനസിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു ഫ്ലവറിലൂടെ മെയിൽ ഗ്യാമേറ്റ് എങ്ങനെ ഉണ്ടാകുന്നു, ഫീമെയിൽ ഗ്യാമേറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിൽ ഗ്യാമേറ്റിൻ്റെ ഫോർമേഷൻ പഠിക്കണമെങ്കിൽ മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാകുന്ന ആൻഡ്രീഷ്യത്തെക്കുറിച്ച് പഠിക്കണം. ആൻഡ്രീഷ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റേമൻ്റെ സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് സ്റ്റേമൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് സ്റ്റേമനെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്റ്റേമന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്, ആന്തറും ഫിലമെൻറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആന്തറാണ്. ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ആന്തർ, ഒരു ഫിലമെൻറ്റിൻ്റെ ടിപ്പിൽ നിൽക്കുന്ന ആന്തർ. ചിത്രത്തിൽ കാണുന്നത് പോലെ 2 ലോബുകൾ നിങ്ങൾക്ക് കാണാം. ഈ 2 ലോബുകൾ, ഞാനിപ്പോൾ എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഇത് 2 ലോബുകൾ കാണാം. ഈ 2 ലോബിൻ്റെയും പ്രത്യേകത, ഈ 2 ലോബുകൾക്കകത്തും ഓരോ ലോബിനകത്തും 2 അറകൾ ഉണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ആന്തറിൻ്റെ 2 ലോബുകളിൽ ഓരോ ലോബിനകത്തും 2 അറ കാണാം.
ചിത്രത്തിലെ ആന്തറിൻ്റെ കുറുകെയുള്ള ഒരു ഛേദം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ദ ട്രാൻസ്വേഴ്സ് സെക്ഷനകത്ത് നിങ്ങൾക്ക് ഓരോ ലോബിനകത്തും 2 അറകൾ കാണാം. അറകൾ തീക്ക എന്ന വാക്കാണ് അറകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ കാണും ആന്തർ ഈസ് ബൈലോബ്ഡ് ആൻഡ് ഡൈത്തീക്കസ്. ബൈലോബ്ഡ് ആൻഡ് ഡൈത്തീക്കസ്. അപ്പോൾ ഓരോ ലോബിലും 2 അറകളുള്ള ബൈലോബ്ഡ് ആയിട്ടുള്ള ഡൈത്തീക്കസ് ആന്തർ. മൊത്തത്തിൽ ഒരു ആന്തറിൻ്റെ കുറുകെയുള്ള ഛേദമെടുത്താൽ ദറ്റ് ആന്തർ ഈസ് ടെട്രാഗണൽ എന്ന് പറയും. കാരണം കുറുകെ ഛേദിച്ച് നോക്കിയാൽ ഒരു ലോബിലെ 2 അറകൾ, അടുത്ത ലോബിലെ 2 അറകൾ, അങ്ങനെ 4 അറകൾ ചേർന്നതാണ് ഒരു ആന്തർ. ഈ ആന്തറിനുള്ളിലാണ് ഈ ആന്തറിൻ്റെ 4 അറകൾ, ആ 4 അറകളെ മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ, പ്ലൂറൽ മൈക്രോസ്പൊറാഞ്ചിയ, ഓരോ അറകളെയും മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ പോളൻ സാക്സ് എന്ന് വിളിക്കും. ഈ പോളൻ സാക്സിനുള്ളിലാണ് മൈക്രോസ്പോറുകൾ അഥവാ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ ആൻഡ്രീഷ്യത്തിൻ്റെ പുറത്ത് മഞ്ഞപ്പൊടി പോലെ പറ്റിയിരിക്കുന്നവയാണ് പോളൻ ഗ്രെയിൻസ്. അപ്പോൾ എന്താണ് ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഇമ്പോർട്ടൻസ്? പോളൻ ഗ്രെയിൻസിനകത്താണ് മെയിൽ ഗാമേറ്റ്സ് കാണപ്പെടുന്നത്. അപ്പോൾ ആ മെയിൽ ഗാമേറ്റ്സിലേക്കാണ് നമ്മൾ എത്തേണ്ടുന്നത്. അപ്പോൾ അത്രയും ഫോർമേഷൻ വരെയുള്ള ഭാഗം പഠിക്കണമെങ്കിൽ നമുക്ക് ആന്തറിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം. ഞാൻ പറഞ്ഞു ആന്തറിന് 2 ലോബുണ്ടെന്ന്. ഓരോ ലോബിലും 2 അറകൾ കാണുന്നുണ്ടല്ലോ ചിത്രത്തിൽ. ആ അറകൾക്കുള്ളിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നതനുസരിച്ച് ആന്തർ മെച്ചുവർ ആവുകയും അപ്പോൾ ഒരു ലോബിലുള്ള 2 അറകൾ കൂടിച്ചേർന്ന് ഒറ്റ അറയായി മാറുകയും അതിൻ്റെ സൈഡിലൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവ് പൊളിഞ്ഞിട്ട് ആ ലോബിലുള്ള 2 അറയിലും ഇരിക്കുന്ന പോളൻ ഗ്രെയിൻസ് ആ സൈഡിലൂടെയും മറ്റേ അറയിലെ പോളൻ ഗ്രെയിൻസ് മറ്റേ സൈഡിലൂടെയും പുറത്തു പോകും. അങ്ങനെ ആന്തർ മെച്ചുറായി അതിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് പുറത്തു പോകുന്ന പ്രോസസ്സിനെയാണ് ആന്തസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഒരു ആന്തറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിയാൽ ആന്തറിൻ്റെ 4 ലോബുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഒരു ലോബ്, ആ ഒരു ലോബിനെയാണ് ഞാൻ പറഞ്ഞു പോളൻ സാക്ക് അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയം. നമുക്ക് ആ ഒരു ലോബിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കിയാൽ ഓരോ ലോബിനെയും പുറത്ത് നിന്ന് എക്സ്റ്റേണലി പ്രൊട്ടക്റ്റഡ് ബൈ 4 വാൾ ലെയേഴ്സ്. ചിത്രത്തിൽ കാണുന്നത് പോലെ അതിൽ ഏറ്റവും പുറത്ത വാൾ ലെയറിനെ എപ്പിഡെർമിസ് എന്ന് വിളിക്കുന്നു. തൊട്ട് അടുത്ത വാൾ ലെയർ നമുക്ക് നോക്കിയാൽ കാണാം എൻഡോത്തീസിയം എന്നാണ് വിളിക്കുന്നത്. തുടർന്ന് 2-3 ലെയറുകളിലായി മിഡിൽ ലെയേഴ്സ് കാണാം. അതിനുള്ളിൽ 4ാമത്തെ വാൾ ലെയർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം ടപ്പീറ്റം. അപ്പം ഇങ്ങനെ 4 വാൾ ലെയേഴ്സാണ് ആന്തറിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആയി വരുന്നത്. അപ്പോൾ ഈ 4 വാൾ ലെയേഴ്സ്, നമുക്കറിയാം ഒരു റൂമിൽ ചുറ്റും വാളുണ്ടെങ്കിൽ ആ റൂമിലുള്ള എന്തിനെയോ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് വാളെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ 1 2 3 4 വാൾ ലെയേഴ്സാണ്. ഇങ്ങനെ 4 വാൾ ലെയേഴ്സിനാൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്ത് ഇമ്പോർട്ടൻ്റ് സാധനമാണ് അതിനുള്ളിലിരിക്കുന്നത്? ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിനുള്ളിലിരിക്കുന്ന ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസ്, ദാറ്റ് ഈസ് സ്പോറോജീനസ് ടിഷ്യൂ. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്പോറോജീനസ് ടിഷ്യൂ, സ്പോറിനെ ജനറേറ്റ് ചെയ്യുന്ന ടിഷ്യൂ. ഏത് സ്പോർ? മെയിൽ സ്പോർ അല്ലെങ്കിൽ മൈക്രോസ്പോർ, പോളൻ ഗ്രെയിനെ ജനറേറ്റ് ചെയ്യുന്ന ടിഷ്യൂ ആയ സ്പോറോജീനസ് ടിഷ്യൂ അതിനുള്ളിലുണ്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവയാണ് ഈ വാൾ ലെയേഴ്സ്. അപ്പോൾ ഈ വാൾ ലെയേഴ്സിൻ്റെ ഘടനയിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പുറമേ കാണുന്ന 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? എപ്പിഡെർമിസും എൻഡോത്തീസിയവും മിഡിൽ ലേയേഴ്സും പ്യൂർലി പ്രൊട്ടക്ഷനും. അതോടൊപ്പം ആന്തർ മെച്ചുറാകുമ്പോൾ ഡെഹിസൻസ്. എന്താ ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ? ആന്തർ തുറന്ന് അതിനുള്ളിലുള്ള പോളൻ ഗ്രെയിൻസ് പുറത്തു പോകുന്ന ആ പ്രോസസ്സ് ഡെഹിസൻസിനെയും സഹായിക്കുന്നവയാണ് ഈ 3 ലെയേഴ്സെങ്കിൽ 4ാമത്തെ ലെയറായ ടപ്പീറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അകത്തിരിക്കുന്ന സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ന്യൂട്രീഷൻ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ നിർവഹിക്കുന്ന ടിഷ്യൂ ആണ് ടപ്പീറ്റം. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ കാണും ടപ്പീറ്റം ഈസ് ബൈന്യൂക്ലിയേറ്റഡ്. സാധാരണ നമുക്കറിയാം എല്ലാ സെല്ലുകളിലും ഒരു ന്യൂക്ലിയസ് ആണ് കാണുന്നത്.
ഇവിടെ ടപ്പീറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സെല്ലുകളിൽ ഒറ്റ ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളിൽ ക്രോമസോം കണ്ടീഷൻ ഡിപ്ലോയിഡ് ആണ് 2n ആണെന്ന് നിങ്ങൾക്കറിയാം. ടപ്പീറ്റത്തിൻ്റെ സെല്ലിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തായിരിക്കും? 2 ന്യൂക്ലിയസ് വരുന്നത് വഴി ഒരു സെല്ലിൽ ഫലത്തിൽ 2 സെറ്റ് ക്രോമസോം വരികയാണ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 4n കണ്ടീഷന് തുല്യമായി മാറുകയാണ്. എന്തിനാണ് ടപ്പീറ്റൽ സെൽസ് ഇങ്ങനെ ബൈന്യൂക്ലിയേറ്റഡ് ആയിരിക്കുന്നത്? നിങ്ങളുടെ ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്യുക. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, ഉത്തരം നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്ത ഒന്നും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ലെങ്കിലും നിങ്ങൾ ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്യുക. 4 ലേയേഴ്സ് ഉള്ള ആന്തർ. ഇപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അറേഞ്ച് ദ ഡിഫറൻറ്റ് ലേയേഴ്സ് ഓഫ് ആന്തർ ഫ്രം പെരിഫറി ടു സെൻറ്റർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പെരിഫറി മീൻസ് പുറം സൈഡിൽ നിന്ന് അകത്തേക്ക് ആന്തറിൻ്റെ 4 വാൾ ലേയേഴ്സിന് അറേഞ്ച് ചെയ്യുക. 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. കാരണം അവിടെ 4 പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലേയേഴ്സ്, സ്റ്റെപ്പിറ്റം. ആ അർത്ഥത്തിൽ ഈ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം അതിനുള്ളിലുള്ള സ്പോറോജീനസ് ടിഷ്യൂ. അപ്പോൾ ഈ ഘടന നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന വ്യത്യസ്തമായ ടിഷ്യൂസ്, ഞാനിപ്പോൾ പറഞ്ഞതുപോലുള്ള 4 വളേഴ്സും സ്പോറോജീനസ് ടിഷ്യൂ ഉൾപ്പെടെയുള്ള എല്ലാ ടിഷ്യൂസും ഡിപ്ലോയിഡ് ആണ്. കാരണം ഒരു ആന്തർ സ്റ്റേമൻ്റെ ഭാഗമായ ആന്തർ, സ്റ്റേമൻ ആൻഡ്രീഷ്യത്തിൻ്റെ ഭാഗമാണ്, ആൻഡ്രീഷ്യം ഫ്ലവറിൻ്റെ ഭാഗമാണ്, ഫ്ലവർ പ്ലാന്റിൻ്റെ ഭാഗമാണ്, പ്ലാന്റ് ഡിപ്ലോയിഡുമാണ്. ആ അർത്ഥത്തിൽ ഒരു ഡിപ്ലോയിഡ് പ്ലാന്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ടിഷ്യൂസ് എല്ലാം ഡിപ്ലോയിഡാണ്. അത്തരത്തിലുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നാണ് അടുത്തതായി എണ്ണുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ ഫോർമേഷൻ. അതാണ് മൈക്രോ സ്പോറോജനസിസ്. അതാണ് അടുത്തായിട്ട് പഠിക്കേണ്ടത്. അപ്പം ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ആന്തറിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ചാണ്. അടുത്തതായി ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾ കാണുന്നത് ഒരു മൈക്രോസ്കോപ്പിക് പിക്ചറാണ്. ഈ മൈക്രോസ്കോപ്പിക് പിക്ചറിൽ കുറച്ചും കൂടെ മൈക്രോസ്കോപ്പിൽ നിന്നെടുത്ത ഫോട്ടോഗ്രാഫിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ ഇരിക്കുന്നത് എന്നും നിങ്ങൾക്ക് കാണാം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഈ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആന്തറിൻ്റെ വാളേഴ്സിനെ കുറിച്ചും സ്പോറോജീനസ് ടിഷ്യൂസിനെ കുറിച്ചുമൊക്കെ കാണാം. ഇതൊന്ന് നോക്കി, ഈ ചിത്രം നോക്കി അതുമായി ബന്ധപ്പെട്ടുള്ള അത്യാവശ്യ നോട്ടുകളും കുറിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചിത്രത്തിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. കഴിഞ്ഞ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴും ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചതാണ്. കാരണം കഴിഞ്ഞ ചാപ്റ്ററിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, 2 മാർക്കിൻ്റെ ഒരു ചോദ്യം ആ ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കുന്ന 8ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ CS ഓഫ് ദി ഗിവൺ സ്പെസിമൻ ഐ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ഫ്ലവറിൻ്റെ ആന്തർ തരും. ഈ ആന്തറിൻ്റെ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ പ്ലേസ് ചെയ്യുകയും അതോടൊപ്പം അതിൻ്റെ ഡയഗ്രാം വരച്ച് ലേബൽ ചെയ്യുകയും ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിൽ സെക്ഷൻ എടുക്കുന്നതിന് 1/2 മാർക്കും ലേബൽഡ് ഡയഗ്രത്തിന് 1.5 മാർക്കും ഉള്ള ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത അതിനകത്ത് മറ്റ് ചോയ്സ് ഒന്നുമില്ല. ഉറപ്പായി മുഴുവൻ കുട്ടികൾക്ക് ഉറപ്പായി കിട്ടുന്ന ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ഔട്ടായതുപോലുള്ളൊരു അവസ്ഥയാണ്. ഉറപ്പായ ഒരു ചോദ്യമാണ് ഈ ചോദ്യം. സാധാരണ ഞാൻ എൻ്റെ ലാബിൽ കൊടുക്കുന്നത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പ്ലാന്റ്സ് ആണ്. നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് അല്പം ജലാംശമുള്ള പ്രദേശങ്ങളിലൊക്കെ വളരുന്ന ആനത്തകര എന്ന പ്ലാന്റ്, സെന്ന ആനത്തകര. ഈ പ്ലാന്റിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഫ്ലവർ ബഡ്സ് മൊട്ടുകൾ ഇളക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ മൊട്ടുകളിൽ നിന്നും ഉള്ള ആന്തറുകൾ, ഒരു ഫ്ലവറിനകത്ത് നല്ല 2 ആന്തറുകൾ കിട്ടും. ഈ ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തിരിക്കുന്ന ഒരു ചിത്രവും നിങ്ങൾക്ക് കാണാം. ഞാൻ ആ മൈക്രോസ്കോപ്പിൽ വെച്ച് എടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് 4 ചേമ്പറുകൾ, ആന്തറിൻ്റെ 4 ചേമ്പറുകൾ കാണാം. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ മറ്റു ചില ഫ്ലവേഴ്സിൻ്റെ ബഡായിരിക്കും ഉപയോഗിക്കുന്നത്. കൂടുതൽ സ്കൂളുകളിലും ഒരുപക്ഷെ തെറ്റിയുടെ ബഡായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതൊരു വലിയ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബഡിനകത്ത് ഉണ്ടാകുന്ന ആന്തറുകൾ വലിയ ആന്തറുകളായതുകൊണ്ട് കയ്യിൽ പിടിച്ച് നന്നായി സെക്ഷൻ എടുക്കാൻ എളുപ്പമുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ പഠിച്ച സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ പ്ലേസ് ചെയ്ത് നോക്കിയാൽ നമുക്കെന്ത് കാണാം? അതിനകത്തുള്ള 4 ചേമ്പേഴ്സ് കാണാം. ആ ഡയഗ്രാം വരയ്ക്കണം.
ഡയഗ്രം വരയ്ക്കുന്നതിന് 1.5 മാർക്കും സെക്ഷൻ പ്ലേസ് ചെയ്യുന്നതിന് 1/2 മാർക്കും അങ്ങനെ 2 മാർക്ക് എല്ലാവർക്കും ഉറപ്പായി കിട്ടണം. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ട്രക്ചർ നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്ന് എങ്ങനെയാണ് മൈക്രോസ്പോറുകൾ അഥവാ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത് എന്നാണ് നോക്കേണ്ടുന്നത്. ആന്തറിൻ്റെ സ്ട്രക്ചറിലേക്ക് നിങ്ങൾ നോക്കിയല്ലോ. അതിനുള്ളിൽ സ്പോറോജീനസ് ടിഷ്യൂ നമ്മൾ കണ്ടു. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ആയിരക്കണക്കിന് 10,000-കണക്കിന് സെല്ലുകളാണ് സ്പോറോജീനസ് ടിഷ്യൂവിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഈ സെല്ലുകളെല്ലാം ഡിപ്ലോയിഡ് സെല്ലുകളാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ചിത്രത്തിലേക്ക് നോക്കൂ. സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലുകളും മെച്ചുറാവുകയും അവ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലുകളായി മാറുകയും ചെയ്യുന്നു. ദാറ്റ് മെച്ചുർ സെൽസ് ഓഫ് സ്പോറോജീനസ് ടിഷ്യൂ, അതിനെയാണ് വിളിക്കുന്നത് പോളൻ മദർ സെൽസ്. ഈ പോളൻ മദർ സെല്ലിൻ്റെ പ്രത്യേകത അത് ഡിപ്ലോയിഡ് സെൽസാണ്. ഈ പോളൻ മദർ സെല്ലുകൾക്ക് മിയോസിസ് സംഭവിക്കുകയാണ് അടുത്തായിട്ട് നടക്കുന്നത്. അപ്പം നമുക്കറിയാം മിയോട്ടിക് ഡിവിഷനിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഒരു സെല്ല് ഡിവൈഡ് ചെയ്താൽ 4 ഡാറ്റർ സെൽസ് ഉണ്ടാകും. മാത്രവുമല്ല മദർ സെല്ലിന് ഡിപ്ലോയിഡ് ക്രോമസോം നമ്പറും ഡാറ്റർ സെല്ലിന് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പറുമാവും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലുകളും മെച്ചുറായി ഞാൻ പറഞ്ഞു പോളൻ മദർ സെൽസായി മാറിയാൽ ആ ഓരോ പോളൻ മദർ സെല്ലും മിയോസിസിന് വിധേയമായാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആകുന്നു. ആ 2 ഒന്നുകൂടി ഡിവൈഡ് ചെയ്താൽ 4 സെല്ലുകളാകുന്നു. ഈ 4 ഹാപ്ലോയിഡ് സെൽസും ജോയിൻഡ് ടുഗദർ ടു ഫോം എ പോളൻ ടെട്രാഡ്. ടെട്രാഡ് അറിയാം, 4 പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുകയാണ് അവിടെ ഒരു പോളൻ മദർ സെല്ലിൽ നിന്ന്. ആ 4 പോളൻ ഗ്രെയിൻസും ഇനിഷ്യലി യുണൈറ്റ് ചെയ്തിരിക്കുകയും അതിനെ പോളൻ ടെട്രാഡ് എന്ന് വിളിച്ചാൽ അടുത്ത ഘട്ടത്തിൽ ഈ 4 പോളൻ ഗ്രെയിൻസും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇൻഡിവിജ്വലായിട്ടുള്ള 4 പോളൻ ഗ്രെയിൻസായി അവ മാറുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളിപ്പോൾ കണ്ട ചിത്രത്തിൽ തന്നെ മറ്റൊരു ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലും നിങ്ങൾക്ക് കാണാം ഒരു പോളൻ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് 4 പോളൻ ഗ്രെയിൻസായി മാറുന്നത്. അതോടൊപ്പം അതിൻ്റെ സൈഡിൽ നമ്മുടെ പുസ്തകത്തിലുള്ള ഡയഗ്രമാണ്, ഗ്രീൻ സെൽസിൻ്റെ ഡയഗ്രം കൊടുത്തിരിക്കുന്നത്. ഈ 2 ഡയഗ്രം കാണിച്ച് നിങ്ങൾക്ക് നന്നായി പോളൻ ഗ്രെയിൻസിൻ്റെ ഫോർമേഷൻ മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. അടുത്തതായി നമുക്ക് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറിലേക്കാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ. ഒരു ടിപ്പിക്കൽ പോളൻ ഗ്രെയിൻ ആന്തറിൽ നിന്ന് നമ്മൾ മുമ്പ് കണ്ട ആന്തറിൻ്റെ പോളൻ സാക്കുകൾ എന്ന് പറയുന്ന 4 അറകൾക്കകത്ത് ഈ പോളൻ മദർ സെൽസ് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, സ്പോറോജീനസ് ടിഷ്യൂ ഓരോ ചേമ്പറിലും 4 പോളൻ സാക്കുകൾ അല്ലെങ്കിൽ 4 മൈക്രോസ്പൊറാഞ്ചിയയിലും 10,000-കണക്കിന് സ്പോറോജീനസ് ടിഷ്യൂ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ സെല്ലും ഡിവൈഡ് ചെയ്താൽ സപ്പോസ് 1000 സ്പോറോജീനസ് സെൽസ് മെച്ചുറായാൽ 1000 പോളൻ മദർ സെൽസ് ഉണ്ടാകും. ഈ 1000 പോളൻ മദർ സെല്ലും മിയോസിസിന് വിധേയമായാൽ അതിൽ നിന്ന് 4000 പോളൻ ഗ്രെയിൻസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 4 ചേമ്പറുകളിൽ നിന്നും ലക്ഷക്കണക്കിന് സ്പോറോജീനസ് സെൽസ് പോളൻ മദർ സെല്ലാവുകയും ആ പോളൻ മദർ സെൽസ് എല്ലാം മിയോസിസിന് വിധേയമായാൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പോളൻ ഗ്രെയിൻസാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ആന്തറിൽ നിന്ന് പുറത്തു പോകുന്ന പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ എന്താണ്? അതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ചിത്രത്തിൽ ഒരു പോളൻ ഗ്രെയിൻസിന് ഏറ്റവും പുറമെയായി 2 വാൾ ലെയേഴ്സാണുള്ളത്. അതിൽ ഏറ്റവും പുറത്ത് കാണുന്ന വാൾ ലെയറിനെ എക്സൈൻ എന്നാണ് വിളിക്കുന്നത്. എക്സൈൻ. ആൻഡ് ദാറ്റ് എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ കോംപ്ലെക്സ് മെറ്റീരിയൽ, വൺ ഓഫ് ദ മോസ്റ്റ് ഇനർട്ട് മെറ്റീരിയൽസ് ഓഫ് വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കൂട്ടത്തിൽ വളരെ ഇനർട്ടായ, ഒന്നുമായും പ്രവർത്തിക്കാത്ത ഒരു ഇനർട്ട് കോമ്പൗണ്ടായ സ്പോറോപൊളനിൻ കൊണ്ടാണ് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ തൊട്ട് അകത്ത് വരുന്നത് ഇൻറ്റൈൻ എന്ന ലെയറാണ്. അതുണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. സെല്ലുലോസ് നിങ്ങൾക്കറിയാമല്ലോ, പ്ലാന്റ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ്, അതുപോലെ തന്നെ ആൽഗകളിലും മറ്റുമൊക്കെ കാണുന്ന ഒരു മ്യൂസിലാജിനസ് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ കഴിയുന്ന പെക്റ്റിൻ, ഇത് രണ്ടും കൊണ്ടാണ് ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എക്സൈനും ഇൻറ്റൈനും ചേർന്ന വാൾ ലെയർ. അതിനുള്ളിലുള്ള ഭാഗം പ്രധാനമായും 2 സെല്ലുകളാണ് അതിനുള്ളിലേക്ക് വരുന്നത്. ഒന്ന് ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെൽ അല്ലെങ്കിൽ ട്യൂബ് സെല്ലും ഒരു സ്മാൾ ജനറേറ്റീവ് സെല്ലും നിങ്ങൾക്ക് കാണാം.
അപ്പോൾ ഇങ്ങനെ ഇനീഷ്യലി പോളൻ ഗ്രെയിൻസിനുള്ളിൽ 2 സെല്ലുകളുണ്ട്, വെജിറ്റേറ്റീവ് സെൽ അല്ലെങ്കിൽ ട്യൂബ് സെല്ലും സ്മാൾ സെല്ലായ ജനറേറ്റീവ് സെല്ലും. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഈ ജനറേറ്റീവ് സെൽ ഒന്നുകൂടി ഡിവൈഡ് ചെയ്താൽ 2 മെയിൽ ഗാമീറ്റ്സ് അല്ലെങ്കിൽ സ്പേംസ് ഉണ്ടാകും. അപ്പോൾ ഫൈനലായിട്ട് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ 3 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ട്, ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗാമീറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ വാൾ ലെയേഴ്സിലേക്ക് ഒന്നും കൂടി നമുക്ക് തിരിച്ചു വന്നാൽ അതിൻ്റെ വാൾ ലെയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എക്സൈനും ഇൻഡെയിനുമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഡൈക്കോട്ടിൻ്റെ പോളൻ ഗ്രെയിൻസ് എടുത്താൽ ഒരുപക്ഷെ ആ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ബൗണ്ടറിയിൽ 2 or 3 പോറുകൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അവിടെ ഈ തിക്കായിട്ടുള്ള എക്സൈൻ കാണില്ല, തിന്നായി മാറിക്കൊണ്ട് ആ ഗ്യാപ്പുകളെയാണ് ജേം പോറുകൾ എന്ന് വിളിക്കുന്നത്. ആ ജേം പോറുകൾ എന്ന സുഷിരങ്ങൾ എന്തിനാണെന്നുള്ളത് പിന്നീട് നമുക്ക് പഠിക്കാം. ജേം പോറുകൾ മാത്രവുമല്ല, പുസ്തകത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. നമുക്കറിയാമല്ലോ, പുരാതന കാലത്തുള്ള പല ജൈവാവശിഷ്ടങ്ങളുമൊക്കെ നമുക്ക് പലപ്പോഴും എവല്യൂഷണറി സ്റ്റഡീസിനൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നവയുടെ കൂട്ടത്തിലുള്ള ഒന്നാണ് പോളൻ ഗ്രെയിൻസ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 10,000-കണക്കിന് വർഷം പോളൻ ഗ്രെയിൻസ് ഒരു കേടുപാടുകളുമില്ലാതെ മണ്ണിനടിയിൽ സംരക്ഷിക്കപ്പെടുന്നത്? അതാണ് ചോദ്യം. പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. വൈ? അതിൻ്റെ ഉത്തരം എന്താണ്? ബിക്കോസ് പോളൻ ഗ്രെയിൻസ് ആർ എക്സ്റ്റേണലി പ്രൊട്ടക്റ്റഡ് ബൈ എക്സൈൻ മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളനിൻ. എന്താ ഈ സ്പോറോപൊളനിൻ്റെ പ്രത്യേകത? ദാറ്റ് ഈസ് ആൻ ഇനാക്റ്റീവ് കോമ്പൗണ്ട്. സോ അത് ആരുമായിട്ട്, ആൽക്കലികളുമായിട്ടോ ആസിഡുകളുമായിട്ടോ എൻസൈമുകളുമായിട്ടോ ഒന്നും പ്രവർത്തിക്കുകയില്ല. മാത്രവുമല്ല ഹൈ ടെമ്പറേച്ചർ, പ്രഷർ ഇതൊന്നും ബാധിക്കുകയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു റെസിസ്റ്റൻസ് പോളൻ ഗ്രെയിൻസിന് കൊടുക്കുന്നതാണ് ഏത്? എക്സൈൻ. ആ അർത്ഥത്തിൽ 2 മാർക്കിനത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനും കൂടി എൻ്റെ ഉത്തരം പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്, നിങ്ങളത് നോട്ട് ചെയ്തെടുക്കുക. ഇത്രയുമാണ് പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും, പാലിനോളജി. നമ്മുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിലും നിങ്ങൾ കേൾക്കേണ്ടുന്നൊരു വാക്കാണ് പാലിനോളജി. സ്റ്റഡി ഓഫ് പോളൻ ഗ്രെയിൻസ് എന്നാണ് പാലിനോളജി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് കൂടി നോക്കുക. മൈക്രോസ്പോറോജനസിസ് എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ്റെ ഫോർമേഷൻ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണിത്. ഇതിൽ സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും ഡിപ്ലോയിഡ് ആയിട്ടുള്ള പോളൻ മദർ സെൽസ് രൂപപ്പെടുന്നതും, ആ പോളൻ മദർ സെൽസിൽ മിയോസിസിന് വിധേയമായാൽ അതിൽ നിന്ന് പോളൻ ടെട്രാഡ് ഉണ്ടാകുന്നതും പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നതും, ഒരു പോളൻ ഗ്രെയിനകത്ത് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ഉണ്ടാകുന്നതും, ആ ജനറേറ്റീവ് സെല്ലിൽ നിന്ന് 2 മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകുന്നതും കാണിച്ചിരിക്കുന്ന ഈ ഫ്ലോ ചാർട്ട് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് ഇത്രയൊക്കെ പഠിച്ചെങ്കിലും നമ്മുടെ റീപ്രൊഡക്ഷൻ്റെ ഭാഗമല്ലാതെ നമ്മുടെ പുസ്തകത്തിൽ ചില പോളൻ പ്രോഡക്ട്സിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ചിത്രത്തിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം, ബി പോളൻ എന്നൊക്കെ പറഞ്ഞൊരു ബോട്ടിൽ നിങ്ങൾക്ക് കാണാം. ഈ പോളൻ ഗ്രെയിൻസ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ് പ്ലാന്റ്സിലുണ്ടാകുന്നു. ഈ പോളൻ ഗ്രെയിൻസൊക്കെ പോളിനേഷൻ്റെ ഭാഗമായിട്ട് തേനീച്ച ഉൾപ്പെടെയുള്ള ഇൻസെക്ട്സ് ഒക്കെ കളക്ട് ചെയ്തു പോയി അതിൻ്റെ തേനീച്ചയുടെ കൂടുകളിലേക്കൊക്കെ എത്താറുണ്ട്. അപ്പോൾ ഏത് അർത്ഥത്തിലായാലും പോളൻ ഗ്രെയിൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്ട്സും മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ പുസ്തകം പറയുന്നതും അത്ലറ്റ്സിനും റേസ് ഹോഴ്സസിനുമൊക്കെ എനർജി സപ്ലിമെൻറ്റ്സിനുള്ള ഫുഡ് പ്രോഡക്ട്സ് പലതും പോളൻ ഗ്രെയിൻ ബേസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നും നമ്മുടെ പുസ്തകം പറയുന്നുണ്ട്. ആ ചിത്രം നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഒരിക്കലും ഈ ചിത്രം തന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഗുണവശത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം പോളൻ ഗ്രെയിൻസ് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ പഴയ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ചില ആൾക്കാർ അന്ധവിശ്വാസങ്ങളൊന്നും നമ്മൾ തള്ളിക്കളഞ്ഞ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുറ്റത്ത് കണിക്കൊന്നയും അക്കേഷ്യയും അശോകമരവും ഒന്നും വെച്ചുകൂടാ, ദോഷമാണ് എന്ന് പഴയ ആൾക്കാർ പറയും. നമ്മൾ അത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷേ അതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ഞാനീ പറഞ്ഞ മരങ്ങൾ ഏതാണ്, കണിക്കൊന്നയായാലും അശോകമരമൊക്കെ ആയാലും ഒരു പ്രത്യേക സീസണിൽ വളരെ മാസീവായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഫ്ലവർ ചെയ്യുമ്പോൾ ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വിരിയുന്ന സമയത്ത് ഓരോ ഫ്ലവറിൽ നിന്നും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പോളൻ ഗ്രെയിൻസ്, ഒരു പോളൻ മാസ്, ഒരു പോളൻ ക്ലൗഡ് തന്നെയാണ് അന്തരീക്ഷത്തിലേക്ക് രൂപപ്പെടുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് നമ്മൾ പഠിച്ചതുപോലെ 3 സെല്ലുകളുള്ള 3 ലിവിങ് സെൽസ് ഉള്ള സ്ട്രക്ചറാണ് പോളൻ ഗ്രെയിൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ, നമ്മൾ ശ്വസിക്കുമ്പോൾ എന്തിനുള്ള സാധ്യതയുണ്ട്? ഈ പോളൻ ഗ്രെയിൻസ് നമ്മുടെ ലങ്സിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ഇത് ലിവിങ് സെൽ ആയതുകൊണ്ട് തന്നെ പലരിലും ഇത്തരം പോളൻ ഗ്രെയിൻസ് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്.
ഈ അടുത്ത ഈ ചിത്രം നിങ്ങൾ നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് പാർത്തീനിയം എന്ന പ്ലാന്റ് കാണാം. ക്യാരറ്റ് ഗ്രാസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ ജമന്തിയും ബന്ദി, വാടാമല്ലി, സൂര്യകാന്തി തുടങ്ങിയവയുടെ ഒക്കെ കുടുംബത്തിൽപ്പെടുന്ന ആസ്റ്ററേസിയ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫാമിലിയല്ല, ആസ്റ്ററേസിയ എന്ന ഫാമിലിയിൽപ്പെടുന്ന ഒരു സ്മാൾ ഹെർബേഷ്യസ് പ്ലാന്റായ പാർത്തീനിയം നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് വളരെയേറെ പലരിലും അലർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ പുസ്തകത്തിൽ റെഫർ ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ് ഗ്രാസ് അല്ലെങ്കിൽ പാർത്തീനിയം. ഇനി അവസാനമായി പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് ഒന്നുകൂടി നിങ്ങൾ അറിയേണ്ടുന്നത്, നമുക്ക് പോളൻ ഗ്രെയിൻസ്, പോളൻ ബാങ്കുകൾ എന്നുള്ള അർത്ഥത്തിൽ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക്, ഹൈബ്രിഡൈസേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ അടുത്ത ചാപ്റ്ററുകൾ ഭാഗങ്ങൾ പഠിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോളൻ ഗ്രെയിൻസ് പ്രിസർവ് ചെയ്ത് വയ്ക്കാറുമുണ്ട്. -196°C ലിക്വിഡ് നൈട്രജനകത്ത് പോളൻ ഗ്രെയിൻസ് പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നതിനെ പോളൻ ബാങ്ക്സ് എന്ന പേരിലും പറയും. ഇത് ആനിമൽസിൻ്റെ സെമനും ഇതുപോലെ സെമൻ ബാങ്കുകളുണ്ട്, മനുഷ്യൻ്റെ ഉൾപ്പെടെ സെമൻ ബാങ്കുകളുമുണ്ട്. അവിടെ മനുഷ്യനുൾപ്പെടെയുള്ളവരുടെ സ്പേംസും ഇതുപോലെ സെമൻ ബാങ്കുകളിൽ പ്രിസർവ് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പം അതും നമ്മുടെ പുസ്തകം റെഫർ ചെയ്യുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളായപ്പോൾ മെയിൽ ഗ്യാമേറ്റിൻ്റെ ഫോർമേഷൻ വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ച് തീർന്നത്. അപ്പോൾ തൽക്കാലം ഇവിടെ ഞാൻ നിർത്തുകയാണ്. അടുത്ത ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ ഫോർമേഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നന്ദി.